തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലുഷിതമാകുകയാണ്. അതിലിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവവികാസം എന്ന് പറയുന്നത് ശരിക്കും വിജയ്ക്ക് ശരിക്കും പാര അല്ലെങ്കിൽ വിജയിന് ഏറ്റവും കൂടുതൽ അസൂയുള്ള ആരാണെന്നറിയോ? മറ്റാരുമല്ല, അവിടെയുള്ള രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ്. ഒന്ന് അത് പല സമയത്തും മറന്നേക്ക് പുറത്തു വന്നിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ എന്തുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടർ പുറത്തു വരുമല്ലോ. അതിലൊന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തും രണ്ട് മറ്റേ കമലഹാസനുമാണ്. അതായത് വിജയ്ക്ക് പാര സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഈ രണ്ടു പേരിൽ നിന്നാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അതായത് ഈ സിനിമാ ഫീൽഡില് ഈ രജനീകാന്ത് എന്ന് പറയുന്നത് ഒരു കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് പറഞ്ഞ് ഏകദേശം നിന്നില്ല. അതായത് ജയലളിതന്റെ കാലഘട്ടത്തില് ജയലളിതയും മറ്റേ രജനീകാന്തും തമ്മിലുള്ള ആ ഒരു പോട്രിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് അല്ലേ? അതേക്കുറിച്ച് അദ്ദേഹം ഒരുപാട് സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. അതായത് പടയപ്പ, അല്ലെങ്കിൽ ഉഴൈപ്പാളി, മറ്റേ മന്നൻ, അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ ഒരു പ്രത്യേകത ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടാവും, ഒരു ദുഷ്ട കഥാപാത്രം. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജയലളിതയായിരുന്നു. അദ്ദേഹം മറ്റേ രാഷ്ട്രീയത്തിലേക്ക് വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അഭ്യൂഹങ്ങൾ ഏറ്റവും അവസാന നിമിഷമാണ് മൂപ്പര് ഏകദേശം ആരോഗ്യം അനുവദിക്കുന്നില്ല. മൊത്തം മൂപ്പരിന്റെ പടവും പഴയ പോലെ വിജയിക്കാത്തൊരു അവസ്ഥയിൽ അദ്ദേഹം പതുക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും അവസാന നിമിഷം. പിന്നെ കമലഹാസൻ എന്ന് പറയുന്നത് മറ്റേ രാഷ്ട്രീയത്തില് അദ്ദേഹത്തിന് മക്കൾ നീതി മയ്യം പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അതിൽ അദ്ദേഹം മാത്രം തന്നെ വിജയിച്ചിട്ടുള്ളൂ. മൊത്തം എന്താ പറയാ, അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. പക്ഷെ ഫാൻസൊക്കെ രണ്ടുപേർക്കും ഇപ്പോഴും ഏകദേശം ഉണ്ട്. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് കമലഹാസൻ അദ്ദേഹത്തിന്റെ മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന പാർട്ടിയുടെ സകല പിന്തുണയും മറ്റേ സ്റ്റാലിന് അല്ലെങ്കിൽ സ്റ്റാലിൻ പ്രതിനിധാനം ചെയ്യുന്ന DMK-ക്ക് എന്താ പറയാ, അദ്ദേഹം സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ സിനിമാ ഫീൽഡിൽ നിന്ന് ആദ്യത്തെ എന്താ പറയാ പണി എന്ന് പറയുന്നത്, വിജയ്ക്കുള്ള ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ കമലഹാസൻ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തു. പിന്നെ രജനീകാന്ത് പിന്നെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ രജനീകാന്ത് വിജയിന് പാരപണിയിലാണ് മെയിൻ പണി. അപ്പൊ നമ്മൾ വളരെ ഫേമസ് ആയ അദ്ദേഹത്തിന്റെ മറ്റേ എന്താ പറയാ കാക്ക കഴുകി സ്റ്റോറിയില് വളരെ ഫേമസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് കേട്ടിട്ട് വരാം. அவ்வளோ அடிச்சா கூட தூரம் போக முடியாது. பட் இந்த கழுகு வந்துட்டு அவளை மேல ஒன்றும் ரெக்கையில அடிக்காம அப்படியே மிதந்துட்டே போயிட்டு இருக்கு. ஸோ இதுக்கு பொறாமை. அந்த காக்கா போயிட்டு அந்த கழுகு போய் கொத்தும். அந்த கழுகு ஒன்றும் பண்ணாது, அது இன்னும் கொஞ்சம் மேலே போகும். காக்கா விடாது, அது மேலே போகும். கழுகு இன்னும் மேலே போகும், காக்காவும் போகும். அது மேலே போகும், அது மேலே முடியாது. അതിന് തിരിച്ച് നമ്മുടെ വിജയിന്റെ റിപ്ലൈ ജസ്റ്റ് നോക്കാം അല്ലേ? நான் வழக்கமா சொல்ற மாதிரி ஒரே ஒரு குட்டி கதை ஒன்று சொல்லிட்டு ஓடி போயிடலாம். ஒரு காட்டுக்கு 2 பேர் வேட்டைக்கு போறாங்க. இந்த காட்டுல மானு, முயல், யானை, மயில், இந்த காக்கா, கழுகு, காடுனா இதெல்லாம் இருக்கும் தானே, அதுக்கு சொன்னப்பா. ഒരു കാര്യം മനസ്സിലായി. അതായത് അണ്ണൻ രജനീകാന്തിന് നല്ല ഉള്ളിക്കുള്ള വിജയ് വളർന്നു വരുന്നതിൽ വളരെ നല്ല ഒരു അസൂയയുണ്ട്. അതാണ് ഇതൊന്ന് മനസ്സിലാക്കുന്നത്.
കാരണം മറ്റൊന്നുമല്ല, ആ, വിജയ്ക്ക് രജനീകാന്തിനെ കാട്ടി പേരും പ്രശസ്തിയും കിട്ടി. അത് തന്നെയാണ് മെയിൻ ഘടകം എന്ന് പറയുന്നത്. ഇപ്പൊ രജനീകാന്ത് എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കറിയാലോ, അതായത് മറ്റുള്ള ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി മൂപ്പര് ദൈവമാണ്, അതാണ്, ആനയാണ്, പൂനെയാണ്, അപ്പിട്ടാണ് ഇപ്പിട്ടാണ്, തലൈവ ഗിലൈവ ഏഴ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ സ്റ്റേജിലിരുന്ന് പൊക്കിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് വിജയിന്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. വിജയ് പെട്ടെന്ന് വളർന്നു വന്നു. രജനീകാന്തിനെ കാട്ടികൾ വളർന്നു അവിടെ തമിഴ്നാട്ടില്. അദ്ദേഹത്തിന്റെ പടങ്ങളായാലും ശരി, ഫാൻസ് ആയാലും ശരി, എല്ലാം. അത് രജനീകാന്തിന് ഒരിക്കലും സഹിക്കില്ല. അപ്പൊ കിട്ടുന്ന ചാൻസിലൊക്കെ അദ്ദേഹം കിട്ടിയ ഭാഗത്തൊക്കെ രജനീകാന്ത് മറ്റേ വിജയനെ അടിക്കലാണ് മെയിൻ പണി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ കമലഹാസനും. അതായത് ഇവര് രണ്ടുപേരും, ഒരാള് രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ട് പറഞ്ഞു, ഇറങ്ങിയില്ല. അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്നില്ല, മൊത്തം പരിതാപകരമായ അവസ്ഥയാകും പറഞ്ഞപ്പോൾ മൂപ്പര് സിനിമ ഫീൽഡ് മാത്രം മതി എന്ന് വിചാരിച്ചു. പിന്നെ കമലഹാസൻ എന്ന് പറഞ്ഞാൽ എടുത്തു ചാടി പുറപ്പെട്ടു. രാഷ്ട്രീയത്തില് യാതൊരുവിധ എഫക്റ്റും അദ്ദേഹത്തിന് കൊണ്ടുവന്നിട്ടുമില്ല. പക്ഷെ ഇവര് രണ്ടാളും കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് ഇപ്പൊ വിജയിനെ പണിയാനാണ് നോക്കുന്നത്. ഇപ്പൊ തലൈവ ലാസ്റ്റ് മൂവി പറഞ്ഞ ആ ഒരു ഇതില് ഇവര് രണ്ടാളും ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, രജനി കമൽ കൂടിയിട്ട്. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കമലഹാസന്റെ ഈ മനംമാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതേ തങ്ങളെക്കാൾ അല്ലെങ്കിൽ രജനി കമലിനേക്കാൾ ഒരാൾ ഉയർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ആരും, അല്ലെ? അവരുടെ ഫാൻസും വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് വിജയ് ഇവരിനൊക്കെ ഓവർടേക്ക് ചെയ്യുക പറയുന്ന സമയത്ത് അതൊരിക്കലും സഹിക്കില്ല, അല്ലെ? നല്ല അസൂയുള്ള ഫീൽഡാണല്ലോ. പ്രത്യേകിച്ച് ഒരു CM സീറ്റാണ്, സാധാ സീറ്റല്ല. CM ആകുക, വിജയ് CM ആകുക. അതായത് രജനി കമലും ജീവിച്ചിരിക്കുന്ന സമയത്ത് വിജയ് CM ആകുന്ന അവസ്ഥ എന്ന് പറയുന്നത് രജനീകാന്തിന് സഹിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കമലിന് സഹിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോ വന്നത്. ഇപ്പോ മറ്റേ അദ്ദേഹത്തിന്റെ സെക്രട്ടറി, മറ്റേ വിജയന്റെ സെക്രട്ടറി അല്ലേ, അതിൽ അർജുൻ, അദ്ദേഹം മറ്റേ എന്താ പറയാ DMK-നെ പേടിച്ചിട്ടാണ് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാതിരുന്നതെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു, അല്ലേ? അപ്പോ രജനീകാന്ത് പതുക്കെ മാളത്തിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അതായത് എന്താ ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേഗം വന്നിട്ട് ഇപ്പൊ തിരിച്ച് റിപ്ലൈ ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അത് സിനിമ ഫീൽഡിൽ നിന്ന് വിജയ്ക്ക് ഏറ്റവും വലിയ പാര എന്ന് പറയുന്നത് മറ്റേ രജനിയും കമലുമായിരിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ അവര് പതുക്കെ ഇലക്ഷൻ പ്രചാരണത്തിന് മുമ്പ് തന്നെ അവര് എന്താ പറയാ DMK സ്റ്റേജുകളിലും സ്റ്റാലിനും ഒപ്പം ഉള്ള ഫോട്ടോസുകളും അവരുടെ കമലഹാസൻ എന്ന ഡയറക്റ്റ് ആയിട്ട് മറ്റേ പിന്തുണ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇപ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ പിന്തുണയും സ്റ്റാലിൻ സർക്കാരിനാണ്, DMK-ക്കാണെന്ന് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തു. ജസ്റ്റ് അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടാ കമലഹാസന്റെ. பிரஸ் மீட்லாம் பார்த்துருப்பீங்க. ஒரே கொள்கையும் ஒரே இலக்கையும் நோக்கித்தான் நான் பயணிச்சுட்டு இருக்கேன். இப்பவும் அதை தான். இப்பொழுது நம்முடைய நாட்டிற்கான ஒரு முக்கியமான போராட்டமாக அதில் தமிழகம் முன்னணியில் நிற்கிறது. அதற்கு உறுதுணையாக நிற்க வேண்டியதுதான் என் கடமை என்பதை நான் முடிவு செய்து பல நாளாகிவிட்டது. பாரத் ஜோடோ யாத்திரா நடக்க ஆரம்பித்ததிலிருந்து இங்கே வந்து நம்ம கை கொடுத்ததிலிருந்து இது வந்து எங்களுடைய கடமையாக நான் நினைக்கிறேன். எனக்கு அரசியல் தொழில் அல்ல, கடமை. அப்படித்தான் எல்லோரும் இருக்க வேண்டும். വിജയിന്റെ നിയമസഭാ ഇലക്ഷനില് വിജയ് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം കൂളായിട്ട് വളരെ മിറാക്കിൾസ് സംഭവിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ജനങ്ങളും തമിഴ്നാട്ടില് വിശ്വസിക്കുന്നു. അതായത് സ്റ്റാലിന്റെ സ്ഥിതിയും അവിടെ അത്രയ്ക്ക് ഒരു പരുങ്ങലിലാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഫോർ എക്സാമ്പിള് സ്റ്റാലിൻ സർക്കാർ അധികം അഴിമതിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് മുന്നിലെ ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റേ എന്താ പറയുക, പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ കരുണാനിധിയും അതുപോലെ തന്നെ അവരുടെ ആ സൺ പിക്ചേഴ്സ് അല്ലെങ്കിൽ ആ സ്റ്റാലിൻ കുടുംബം കംപ്ലീറ്റ് അഴിമതിക്ക് പാത്രമായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വിജയ് ചൂണ്ടിക്കാണിക്കുന്നത്.
ഓക്കെ. പിന്നെ എന്താ പറയാ, പിന്നെന്താ ഇപ്പൊ റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അതായത് ഡൈവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കേസ് വന്നിട്ട് ഏപ്രിൽ 23 തോന്നുന്നു. ഏകദേശം തമിഴ്നാട് ഇലക്ഷന്റെ അതേ സമയത്ത് തന്നെയാണ് ആ കേസിന്റെ ഇത് വന്നിരിക്കുന്നത്. കുടുംബ കോടതിയിൽ മറ്റേ ഫസ്റ്റ് ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. അതായത് വിജയിന്റെ ഇനി ഇപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത്, സത്യവാങ്മൂലം കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് കൊടുക്കണമല്ല, അതായത് സ്വത്ത് വിവരം വെളിപ്പെടുത്തണം. അപ്പൊ അവിടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഡൈവേഴ്സ് കേസിൽ എന്താണ് അതിന് പകുതി ഭാര്യയ്ക്ക് അവകാശപ്പെട്ടാണ്. അത് വിജയിന്റെ മകന്റെ ബുദ്ധിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ തമിഴ്നാട് രാഷ്ട്രീയം ഒരു വലിയൊരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് വിജയിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പിന്നെ ഈ വിഭാഗം എന്ന് പറയുന്നത്, അത് മറ്റേ വിവാഹമോചനം, ഡൈവേഴ്സ് എന്നൊക്കെ പറയുന്നത്, രണ്ടാമത് വിവാഹം അല്ലെ മറ്റൊരു കാമുകി എന്ന് പറയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തില് ഒരു വിഷയമല്ല. ഇപ്പൊ ജസ്റ്റ് MGRന്റെ കാലഘട്ടം മുതൽ തന്നെ എന്താണ് ഒന്നിലേറെ ആളുകളും ഒന്നിലേറെ സ്റ്റെപ്നികളും വളരെ ഗംഭീരമായി കൊണ്ടുപോകില്ല. ഇപ്പൊ കരുണാനിധി എന്ന് പറഞ്ഞാലും ഏകദേശം ഔദ്യോഗികമായിട്ട് തന്നെ 2-3 ഭാര്യമാരുണ്ട്. അപ്പൊ അവിടെ വിജയിന്റെ ഇഷ്യൂ അല്ലെ ഭാര്യ ഡൈവേഴ്സിന് കൊടുത്തു അല്ലെ തീർക്കാൻ പോകണമെന്നുള്ള ആ കണ്ടീഷനൊന്നും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിജയിന് അവിടെ നല്ല ഭയമുണ്ട് അവിടെ എല്ലാവർക്കും. എന്താ കാരണം, ഇപ്പോ ആദ്യത്തിന്റെ സിനിമ റിലീസാകാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പടുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. റിലീസിന്റെ സമയത്ത് സെൻസറിങ് പ്രശ്നങ്ങൾ, ആനാപ്പോനാന്നൊക്കെ പറഞ്ഞിട്ട് വളരെയേറെ ആദ്യത്തിന്റെ സിനിമ പുറത്തു വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് എന്ന് പറയുന്നത് അവർക്കൊരു തലവേദന സൃഷ്ടിക്കുന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.